ഹലോ എവ്രി വൺ. അപ്പോൾ നാളെയാണ് നമ്മുടെ ബിസിനസ് എക്സാമിലെ. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത മറ്റൊരു സെഷനാണ് 1 and 2 മാർക്ക് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സെഷനിൽ നാളത്തെ ചോദ്യ പേപ്പറിൽ കാണാൻ പറ്റുന്ന മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, സെലക്ട് ദ കറക്റ്റ് പെയർ ഫ്രം ദ ഫോളോയിങ്. ശരിയായ പെയർ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടാണ്. മിഡിൽ ലെവൽ മാനേജ്മെന്റ് ഫോർമുലേറ്റ് പ്ലാൻസ് ആൻഡ് പോളിസീസ് എന്ന് പറയുന്നു, അത് തെറ്റാണ്. ഡിവിഷൻ ഹെഡ്സ് ടോപ്പ് മാനേജ്മെന്റ്, അതും തെറ്റാണ്. ഫിനാൻസ് മാനേജർ ഓപ്പറേഷണൽ മാനേജ്മെന്റ്, അതും തെറ്റാണ്. ഇംപ്ലിമെന്റിംഗ് ദ പ്ലാൻസ് മിഡിൽ ലെവൽ മാനേജ്മെന്റ്, അത് ശരിയാണെന്ന് പറയാം അല്ലെ. അപ്പൊ നമുക്കറിയാം ടോപ്പ് ലെവൽ മാനേജ്മെന്റ് എന്താണ് ചെയ്യുന്നത്? പ്ലാൻ ഫോർമുലേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. മിഡിൽ ലെവൽ മാനേജ്മെന്റോ അത് ഇംപ്ലിമെന്റ് ചെയ്യുന്നു, അത് നടപ്പിലാക്കുന്നു, ഇംപ്ലിമെന്റ് ചെയ്യുന്നു. ആൻഡ് ലാസ്റ്റ് നമുക്ക് ലോവർ ലെവൽ മാനേജ്മെന്റ് ഉണ്ട്, അവരാണ് ഇത് എക്സിക്യൂട്ട് ചെയ്യുന്ന ആൾക്കാർ അല്ലെ, എക്സിക്യൂട്ട് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇതേ ചോദ്യം തന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് ചോദിക്കാവുന്നത് കുറച്ച് എക്സാമ്പിൾസ് തന്നായിട്ടായിരിക്കും. അതായത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്, ഈ ഒക്കെ ഏത് ലെവൽ ഓഫ് മാനേജ്മെന്റിലാണ് ഉൾപ്പെടുക എന്നുള്ള രീതിയിലായിരിക്കും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു എക്സാമ്പിൾസ് വെച്ചിട്ട് ഓരോ കാറ്റഗറിയിലും ആരൊക്കെയാണ് പെടുന്നു എന്നുള്ള കാര്യം കൂടെ പഠിച്ചു വെക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് ഉറപ്പിക്കാൻ പറ്റുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്തത്. ഇനിയും രണ്ടാമത്തെ ഒരു ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡിനോട്ട്സ് വൺ ബെസ്റ്റ് വേ ടു പെർഫോം എ ടാസ്ക്. ഓക്കെ, ഏതാണ് അത് സൂചിപ്പിക്കുന്നത്? ടൈം സ്റ്റഡി ആണോ, മോഷൻ സ്റ്റഡി ആണോ, ഫാറ്റിക് സ്റ്റഡി ആണോ, മെത്തേഡ് സ്റ്റഡി ആണോ? ഒരു സംശയമില്ല, നമ്മൾ പഠിച്ചതാണ് അല്ലേ. ഏതാണ്? മെത്തേഡ് സ്റ്റഡി ആണ്. ഇനി അടുത്തത് മാച്ച് ദ ഫോളോയിങ് ആണ് കേട്ടോ. അപ്പോൾ ഇത് 1 മാർക്കിനും 2 മാർക്കിനും മാത്രമല്ല 4 മാർക്ക് വരെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത്. കൂടുതലും 4 മാർക്കിന് തന്നെ ചോദിക്കുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മുടെ ഡയമെൻഷൻസ് ഓഫ് ബിസിനസ് എൻവയൺമെന്റിൽ ഉള്ളത് അല്ലേ. അപ്പോൾ ചേഞ്ചസ് ഇൻ ദ ലൈഫ് സ്റ്റൈൽ ഓഫ് പീപ്പിൾ നമുക്ക് എന്തുമായിട്ട് മാച്ച് ചെയ്യാൻ പറ്റും? അതൊരു സോഷ്യൽ എൻവയൺമെന്റ് ആണ്. കമ്പനീസ് ആക്ടോ അതൊരു നിയമമാണല്ലേ, അപ്പോൾ ലീഗൽ എൻവയൺമെന്റ് ആയിട്ട് മാച്ച് ചെയ്യാം. ചേഞ്ച് ഇൻ ടാക്സ് റേറ്റ് ഒക്കെ ഇവിടെ വരിക എക്കണോമിക് എൻവയൺമെന്റിലാണ് വരുന്നത്. ഇനി ഐഡിയോളജി ഓഫ് ഗവൺമെന്റ് ഐഡിയോളജി ഒക്കെ വരുന്നത് പൊളിറ്റിക്സിലാണ് അല്ലേ. അപ്പൊ നമുക്ക് പൊളിറ്റിക്കൽ എൻവയൺമെന്റ് ഒന്ന് മാച്ച് ചെയ്യാം. അപ്പൊ ഇത് മിസ് ഔട്ട് ചെയ്യരുത്, ഉറപ്പിക്കാൻ നമുക്ക് നാളത്തെ ചോദ്യ പേപ്പറിൽ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, നോ സ്മോക്കിംഗ് ഇൻസൈഡ് ദ പ്രിമിസസ് ബിലോങ് ടു ഡാഷ് ടൈപ്പ് ഓഫ് പ്ലാൻ. ഏത് പ്ലാനിലാണ് ഉൾപ്പെടുന്നത്? സ്ട്രാറ്റജി ആണോ, പോളിസി ആണോ, ബഡ്ജറ്റ് ആണോ, റൂൾ ആണോ? ഇതൊരു റൂളാണല്ലേ. അപ്പൊ നാളത്തെ എക്സാമിൽ റൂള് തന്നെ ചോദിക്കണം എന്നില്ല. അവിടെ നിങ്ങൾക്ക് ഒരു സ്ട്രാറ്റജി ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യനോ, പോളിസി ബേസ് ചെയ്ത ക്വസ്റ്റ്യനോ, ബഡ്ജറ്റ് ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യനും കാണാം. പക്ഷേ ഇത്തരത്തിലൊരു ചോദ്യം നമുക്ക് നാളെ കാണാൻ പറ്റും. ഇനി അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഡസ് നോട്ട് ഫോളോ സ്കാലാർ ചെയിൻ. ഓക്കെ, നമ്മൾ സ്കാലാർ ചെയിൻ ഫോളോ ചെയ്യാത്തത് ഏതാണെന്നാണ് ചോദ്യം. ഓക്കെ, അപ്പൊ നമുക്കറിയാം ഏത് ഓർഗനൈസേഷൻ ആണ്? ഇൻഫോർമൽ ഓർഗനൈസേഷൻ ആണ് സ്കാലാർ ചെയിൻ ഫോളോ ചെയ്യാത്ത ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് അല്ലെ. ഇനി അടുത്തത്, ഇൻ സ്റ്റാഫിംഗ് ഫംഗ്ഷൻ വിച്ച് കോമ്പിനേഷൻ ഓഫ് ആക്ടിവിറ്റീസ് ഇൻ സീക്വൻഷ്യൽ ഓർഡർ ഇസ് കറക്റ്റ് അല്ലെ. താഴെ തന്നിരിക്കുന്നത് ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള ഓർഡർ എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ ഫസ്റ്റ് റിക്രൂട്ട്മെന്റ് ആണ് വരുന്നത് നമുക്കറിയാം. അപ്പൊ നമുക്ക് എ ആണോ, സി ആണോ, ഡി ആണോ എന്നുള്ളത് ഒന്ന് മനസ്സിലാക്കി വെക്കാം. അപ്പൊ സെക്കൻഡ് ഏതാണ്? സെലക്ഷൻ ആണ് വരുന്നത്. അപ്പം ഡി നമുക്ക് കട്ട് ചെയ്യാം. റിക്രൂട്ട്മെന്റ് സെലക്ഷൻ ഇങ്ങനെ ഓർഡറിൽ വരുന്നത് എയും സിയും ഓപ്ഷനിലാണ്. പിന്നെ മൂന്നാമത്തത് എന്താണ്? റിക്രൂട്ട്മെന്റ് സെലക്ഷൻ, അത് കഴിഞ്ഞിട്ട് പ്ലേസ്മെന്റ് കഴിഞ്ഞിട്ടാണല്ലേ നമ്മൾ ഒരാളെ ട്രെയിൻ ചെയ്തെടുക്കുന്നത്. അപ്പൊ നമുക്ക് കണ്ണടിച്ചിട്ട് പറയാം ഏതാണ് കറക്റ്റ് ആൻസർ? ഓപ്ഷൻ സി ആണ്. റിക്രൂട്ട്മെന്റ്, സെലക്ഷൻ, പിന്നെ പ്ലേസ്മെന്റ് ആൻഡ് ദെൻ ട്രെയിനിങ്. ഓക്കെ, ഇനി അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ, എല്ലാ ചോദ്യ പേപ്പറിലും നമ്മൾ കാണുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. ഗ്രേപ്പ് വൈൻ കമ്മ്യൂണിക്കേഷൻ എന്നറിയപ്പെടുന്നത് ആരെയാണെന്ന് അല്ലെ. ഗ്രേപ്പ് വൈൻ കമ്മ്യൂണിക്കേഷൻ ഫോർമൽ ആണോ, ഇൻഫോർമൽ ആണോ, ബാരിയേഴ്സ് ടു കമ്മ്യൂണിക്കേഷൻ ആണോ, അല്ലെങ്കിൽ ഡൗൺവേർഡ് കമ്മ്യൂണിക്കേഷൻ ആണോ? ഏതാണ്? യെസ്, റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ ആണ്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്, ദ മാനേജ്മെന്റ് ഫംഗ്ഷൻ ദാറ്റ് എൻഷ്യൂർസ് ഓൾ തിങ്സ് ആർ ഗോയിങ് ഓൺ അക്കോർഡിംഗ് ടു പ്ലാൻ ഈസ് ഡാഷ്. ഓക്കെ, ഇപ്പൊ പ്ലാനിങ് അനുസരിച്ച് പോകുന്ന കാര്യങ്ങളെ കുറിച്ചുള്ള മാനേജ്മെന്റ് ഫംഗ്ഷൻ ഏതാണ് പറയുന്നത്? ഡയറക്റ്റിംഗ് ആണോ, കൺട്രോളിംഗ് ആണോ, പ്ലാനിംഗ് ആണോ, ഓർഗനൈസിംഗ് ആണോ? അത് കൺട്രോളിംഗ് ആണ് അല്ലെ. കൺട്രോളിംഗ് ആണ് എന്ത് എൻഷ്യൂർ ചെയ്യുന്നത്? എല്ലാ കാര്യങ്ങളും പ്ലാൻ അനുസരിച്ചാണ് പോകുന്നത് എന്നുള്ള കാര്യം എൻഷ്യൂർ ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ക്വാണ്ടം ഓഫ് ഫിനാൻസ് ടു ബി റേസ്ഡ് ഫ്രം വേരിയസ് ലോങ് ടേം സോഴ്സസ് റിലേറ്റഡ് ടു ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ ആണോ, ഫിനാൻസിംഗ് ഡിസിഷൻ ആണോ, ഡിവിഡൻഡ് ഡിസിഷൻ ആണോ, അല്ലെങ്കിൽ ഇതൊന്നും അല്ലേ? ഏതാണ് ശരി ഉത്തരം? ബി, ഫിനാൻസിംഗ് ഡിസിഷൻ ആണ് അല്ലെ. ഇനി അടുത്തത് സൈലന്റ് സെയിൽസ്മാൻ. ഇതും ഒരുപാട് തവണ ചോദിച്ച ഒരു ചോദ്യമാണ്. സൈലന്റ് സെയിൽസ്മാൻ എന്ന് അറിയപ്പെടുന്നത് മാർക്കറ്റിലെ സൈലന്റ് സെയിൽസ്മാൻ ആരാണ്? ഗ്രേഡിംഗ് ആണോ, ട്രേഡ് മാർക്ക് ആണോ, പാക്കേജിംഗ് ആണോ, ബ്രാൻഡിങ് ആണോ? അപ്പോൾ നമുക്ക് കണ്ണടിച്ച് പറയാം അത് പാക്കേജിംഗ് ആണ്. പാക്കേജിംഗ് ആ ഒരു ഭംഗിയിൽ തന്നെ എന്താകുന്നുണ്ട്, നമുക്ക് കസ്റ്റമേഴ്സിന് ഒരു അട്രാക്ഷൻ തോന്നിയിട്ട് നമ്മൾ അത് പർച്ചേസ് ചെയ്യുന്നുണ്ട്. അവിടെ ആരും ഒന്നും സംസാരിക്കുന്നൊന്നുമില്ല, പക്ഷെ ആ ഒരു പാക്കേജിങ്ങിന്റെ രീതിയും അതിലുള്ള എല്ലാ ലാബിലും കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ ആ സാധനം വാങ്ങുന്നത് അല്ലേ. ഓക്കെ, ഇനി അടുത്തത്, വിച്ച് അമംഗ് ദ ഫോളോയിങ് ഇസ് അപ്പെക്സ് അതോറിറ്റി ആസ് പെർ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ കൺസ്യൂമർ പ്രൊട്ടക്ഷന്റെ ചാപ്റ്ററിൽ നിന്ന് ഇത് തന്നെ ആയിരിക്കും കൂടുതൽ 1 മാർക്കിനൊക്കെ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അപ്പോൾ അപ്പെക്സ് അതോറിറ്റി ഏതാണ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ടിൽ?
ഡിസ്ട്രിക്റ്റ് ആണോ, നാഷണൽ ആണോ, സ്റ്റേറ്റ് കമ്മീഷൻ ആണോ, അല്ലെങ്കിൽ ഹൈക്കോർട്ട് ആണോ? വീണു നാഷണൽ കമ്മീഷൻ ആണ് അല്ലേ? നാഷണൽ കമ്മീഷൻ, അതിന് താഴെ പിന്നെ സ്റ്റേറ്റ് കമ്മീഷൻ, പിന്നെ ഡിസ്ട്രിക്ട് കമ്മീഷൻ എന്നാണ് നമുക്ക് വരുന്നത്. അപ്പോൾ ഇത്രയാണ് നിങ്ങൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട കുറച്ച് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ കൂടെ ഞാൻ ചോദിക്കുകയാണ്. സെല്ലിംഗ് ആണോ, മാർക്കറ്റിംഗ് ആണോ, ബ്രോഡർ ടേം, ഏതാണ് ഒരു വലിയ വൈഡ് ടേം ആയിട്ട് വരുന്നത്? സെല്ലിംഗ് ആണോ അല്ലെങ്കിൽ മാർക്കറ്റിംഗ് ആണോ എന്ന് താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. അപ്പൊ എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു.